സൺഡേ ആണ്. നമ്മൾ ഓൾറെഡി ഇന്ന് സൺഡേ ആയിട്ട് ഓഫീസൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ആണ്. നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലോ? ഞാൻ ഇത്രയും നാളായിട്ട് എറണാകുളത്ത് വന്നിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തറ പാലസ്. ഇതുവരെ നടക്കാത്തൊരു ആഗ്രഹമായിപ്പോയത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൃപ്പൂണിത്തറ സാരി ഉടുത്ത് നല്ലതായിട്ട് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എല്ലാം ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല ആ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ഇന്ന് തൃപ്പൂണിത്തറ പാലസിൽ പോകാൻ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഇരിക്കുകയാണ്. നമുക്ക് ആ തൃപ്പൂണിത്തറ പാലസിൽ പോയിട്ട് ആ വഴി നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോകാം. നമുക്ക് ഈ ഫസ്റ്റ് തൃപ്പൂണിത്തറ പാലസിൽ പോയിട്ട് അവിടുത്തെ വീഡിയോസുമായി വരാം. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തറ പാലസിൽ ചെന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. സോ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഒത്തിരി ഞങ്ങളെ ചുമണ്ടി ചെന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് ഫോട്ടോ എടുക്കാൻ. അവിടെ ആക്ച്വലി നല്ലൊരു ഇതായിരുന്നു. ക്ലൈമറ്റ് ആണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി നല്ലൊരു ഇതായിരുന്നു. അവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി അവിടെയുള്ള വ്യൂസും എല്ലാം ഇങ്ങനെ കണ്ട് അവിടെയുള്ളതെല്ലാം ഇങ്ങനെ ഓരോന്ന് വായിച്ച് നോക്കി പിന്നെ ഞങ്ങൾ പോസ് ഇട്ടതാണ്. ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പോസ് ചെയ്തതാണ്. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ അങ്ങനെ കറങ്ങി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു. പിന്നെ അവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ടായിരുന്നു. ആ ആനയുടെ കൊമ്പ് ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ പോസും കാര്യങ്ങളും വീഡിയോ ഒക്കെ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങളും എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഇതൊരു രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണിത്. ഞങ്ങൾ പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് ഞങ്ങൾ പിന്നെ ഓരോ തമാശയും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടന്ന് നമുക്ക് അവിടുന്ന് താഴേക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി അത് നല്ലതായിരുന്നു. പിന്നെ അവിടെ ഞങ്ങളിങ്ങനെ ഓരോന്ന് വായിച്ച് നോക്കുകയാണ്. ഫുൾ മലയാളമാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ വായിച്ച് നോക്കുകയാണ്. പിന്നെ വായിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ആക്ച്വലി ഇത് കൊച്ചിലെ പഠിച്ചതാണ്. 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ ആക്ച്വലി പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോമഡി ആയിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരികയാണ്. പിന്നെ രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ വണ്ടിക്ക് രഥം അങ്ങനെ രഥമാണെന്ന് തോന്നുന്നു. രഥവും പിന്നെ റാണിമാരുടെ ഇതും എല്ലാം അവിടെ ആക്ച്വലി പഴയ കാര്യങ്ങളൊക്കെ രാജാക്കന്മാർ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ തൃപ്പൂണിത്തറ പാലസിൻ്റെ ഫുള്ളുള്ള വ്യൂ ആണത്. ഞങ്ങളിപ്പോൾ 2 മണി ഒക്കെ ആയപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറ പാലസ് ഓപ്പൺ ചെയ്യും. ഞങ്ങളിപ്പോൾ ചെന്നപ്പോഴത്തേക്ക് 3 മണി 3:30 ആയി. അപ്പോൾ ഓൾറെഡി 4:30 മാക്സിമം 4 മണി വരെ ഉള്ളൂ. 4:30 ആകുമ്പോൾ അടയ്ക്കും. അപ്പോഴത്തേക്ക് ഞങ്ങളെ പെട്ടെന്ന് ഇറങ്ങുന്നു. അകത്തുനിന്നെല്ലാം ക്ലോസ് ചെയ്യുമല്ലോ. ഞങ്ങൾ വെളിയിൽ വന്നപ്പോൾ നല്ല മാൻകുട്ടങ്ങളുടെ ഇത് കണ്ടു. നല്ല ഭംഗിയായിരുന്നു മാൻകുട്ടങ്ങളെ കാണാൻ. പിന്നെ അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഒരു മാനിങ്ങനെ ഓടി വന്ന് ഞങ്ങളിങ്ങനെ അതിൻ്റെ താലോലിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നല്ല ഭംഗിയായിരുന്നു ആക്ച്വലി അത് കാണാൻ. നല്ല വെളിഭാഗമാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വെളിഭാഗത്ത് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ നടന്ന് നല്ല ഭംഗിയായിരുന്നു. നല്ല വെയിലുമില്ല മഴയില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. ആക്ച്വലി നല്ലൊരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അതുവഴി ഫോർട്ട് കൊച്ചി പോയി. അവിടുത്തെ ഓരോ ഫോർട്ട് കൊച്ചി പോയിട്ട് കാഴ്ചകളും എല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നു. ഞങ്ങളിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന ഓരോ സാധനങ്ങളും ഇങ്ങനെ ഡ്രസ്സാണെങ്കിലും ഓരോന്നിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ കമ്മല് അങ്ങനെ ഓരോരോ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇവിടുത്തെ
എന്തോ അവിടെ കണ്ടു ആക്ച്വലി. നോക്ക് അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്താണ്. ഞാൻ ഇത് ഫോട്ടോ വെച്ച് കാണിച്ച സാധനം തലയിലിരിക്കുന്നു. ഞങ്ങൾ ഒരു ഗെയിം ഇങ്ങനെ ഇവിടെ കിട്ടത്തില്ല, ഓരോ സൈഡിൽ കൂടെ ഓരോന്നല്ലേ പോവാ. ലാസ്റ്റ് അവസാനം ഒന്നേല് പിടിക്കും എന്ന് വെച്ചാൽ ഒറ്റ ലാസ്റ്റ് 2 ഞാൻ പിടിച്ചു ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഓരോരുത്തരിങ്ങനെ ഓരോ അത് നല്ല കാണാൻ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനിയിപ്പോ ഫോട്ടോ വെച്ച് പോകുന്ന ആൾക്കാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് കിട്ടില്ല, ഓരോ വശത്തൂടല്ലേ പോകും. നമുക്ക് കറക്റ്റ് ഇത് മൂന്നും പിടിച്ചില്ല. എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തത്, തെറ്റാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോ വെച്ച് കൂടെ ഇങ്ങനെ കപ്പലേണ്ടി വാങ്ങിച്ചിട്ട് കപ്പലേണ്ടി വെച്ചിട്ടിങ്ങനെ ആൾക്കാരെയും കണ്ടിങ്ങനെ നടന്ന് അവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ സഞ്ചാരം കാണാൻ. പയ്യെ എവിടെ പോണ്? Do like this.